welcome back to a new session of our Ellen's Academy's English class. So in this session we'll be dealing with the rest of the poems, detailed analysis. In the last session we had discussed about the 3 lines of the second stanza in detail, and in this session we'll be dealing with the rest 3 lines of the same stanza in detail. Let's start. So, harmony of thought and action. And so, here our author. This whole poem is a prayer or a plea to God to make the people of India awaken. So, the enlightened thinking is happening here. Thought without action is meaningless. Ethical action endana? Action without thought is dangerous. True progress is enlightened thinking leads to constructive action. So in this, we have to learn what is the relation. Thought without action is meaningless. Thought മാത്രമേ ഉള്ളൂ, but without action, thought ഉം action ഉം കൂടിയാൽ മാത്രമേ അതിന് meaning ഉള്ളൂ. Thought plus act is equal to meaningful thing. But action without thought is dangerous. ഈ thought ഉണ്ട്, but action ഇല്ലെങ്കിൽ അത് മീനിങ്ലെസ് ആണ്. ബട്ട് ആക്ഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ചിന്തിക്കുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന്. ചിന്തിക്കാതിരുന്നാൽ അത് ഡേഞ്ചറസ് ആണ്. കാരണം എന്താണ്, നമ്മൾ പലതും ചെയ്തു വെച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഡേഞ്ചറസ്. സോ എൻലൈറ്റൻ തിങ്കിങ് ലീഡ്സ് ടു കൺസ്ട്രക്റ്റീവ് ആക്ഷൻ. എൻലൈറ്റൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ പേർപ്പസ്. Leads to constructive action. So it will lead to a solid action. Solid action like അത് ലീഡ് ചെയ്യും. ഈ ഒരു ലീഡിങ് ഈ പേർപ്പസും സോളിഡ് ആക്ഷനും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് there will be a meaningful act നടക്കുന്നത്. ഒരു purposeful തോട്ടും ഒരു സോളിഡ് ആക്ഷനും കൂടെ വരുമ്പോൾ മാത്രമാണ് there will be having a true progress. So Tagore emphasizes that the mind should be guided without ever widening thought and action. Where the mind is led forward by into ever widening thought and action. Tagore emphasizes the mind should be guided into ever widening thought and action. True progress occurs when enlightened thinking leads to ethical and constructive action. So, enlightened thinking leads to ethical and constructive action. Ethics വേണം. Along with that, we have to have a constructive action. അതായത് പ്രോഗ്രസ് തരുന്നത്. എത്തിക്സ് മാത്രം പിടിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ നമ്മളൊരു ബിസിനസിന്റെ കാര്യത്തിൽ ചിന്തിക്കുകയാണ്. വി ആർ ഹാവിങ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്യാൻഡി ബിസിനസ് ആണ്, ലിൻഡോറിന്റെ പോലത്തെ ഒരു വലിയൊരു കമ്പനിയാണെന്ന് വിചാരിച്ചോ. ഇതില് നമ്മൾ ഈ ക്യാൻഡിയിൽ യൂസ് ചെയ്യുന്നത് 100% നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നത് എന്ത് പോർഷനാണ്? നമ്മളുടെ എത്തിക്സ് ആണല്ലേ. ഒരു ദ്രോഹവും വരാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ആ ക്യാൻഡിയിൽ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഇറ്റ് ഈസ് എൻ എത്തിക്സ് പോർഷൻ. ബട്ട് ഈ ഒരു നാച്ചുറൽ ഐറ്റംസ് കിട്ടാൻ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ, ആ ഈ ഒരു കോസ്റ്റും കൂടെ കണക്കിലെടുത്തിട്ട് നമുക്കൊരു 75% നാച്ചുറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കുറച്ച് 25 എങ്കിലും ഒരു ലെസ് ഹാർംഫുൾ ആയിട്ടുള്ള നേച്ചറിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് വിൽ ഹാവ് എ ഈക്വൽ പ്രോഗ്രസ്. കാരണം എങ്ങനെയാണ്? we should have money for money. മണിക്ക് മണിയും വേണം for ethics. എത്തിക്സ് എന്താണ്? ആ ഒരു ബിസിനസിന്റെ പ്രോഗ്രസ് കൂട്ടുകയും ചെയ്യും, ആ ഒരു ബിസിനസിന്റെ ഗുഡ് വില് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ എവറിഥിങ് ടുഗദർ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എവറിഥിങ് ടുഗദർ ഒരു കൺസ്ട്രക്റ്റീവ് ആക്ഷൻ, എത്തിക്സ് പ്ലസ് കൺസ്ട്രക്റ്റീവ് ആക്ഷൻ, പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യണം.
ആക്ട് കൂടുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ഒരു സൊസൈറ്റീനെ, ഒരു പെർഫെക്റ്റ് ഐഡിയൽ സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഐഡിയൽ സൊസൈറ്റിക്ക് എന്താണ് വേണ്ടത്? എൻലൈറ്റൻ തിങ്കിങ്ങിൽ നിന്നും വന്നിട്ടുള്ള എത്തിക്സ് പ്ലസ് കൺസ്ട്രക്റ്റീവ് ആക്ഷൻ ആണ് വേണ്ടത് for an ideal society. The poet seeks divine guidance so that individuals think progressively and act responsibly. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗോർ is asking or seeking to God for help for a progressive action, for the individual's progressive and responsible action വേണ്ടിയിട്ട് he is praying to God. Heaven of freedom and awakening. This pray is for the awakening of the citizens. The poem concludes with a fervent prayer. Into the heaven of freedom, my Father, let my country awake. The heaven of freedom symbolizes an ideal state where individuals enjoy dignity, unity, and rationality and moral enlightenment. So here, heaven of freedom എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഹെവൻ ഓഫ് ഫ്രീഡം എന്തിനാണ് മക്കളെ സിംപ്ലൈസ് ചെയ്യുന്നത്? ഈ ഹെവൻ ഓഫ് ഫ്രീഡം ഇസ് സിംപ്ലൈസിങ് എൻ ഐഡിയൽ സ്റ്റേറ്റ്. ഹെവൻ ഈസ് ഓൾവേസ് 100% പ്യോർ അല്ലേ? അതിനകത്ത് ഒരു മ്ലാനതയില്ല. അത് ഹെവൻ എന്ന് പറയുന്നത് 100% ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഹെവനെ കുറിച്ചുള്ളത്. സോ ദിസ് ഹെവൻ ഓഫ് ഫ്രീഡം ഇസ് സിംപ്ലൈസിങ് an ideal state where individuals enjoy dignity, unity, rationality and moral enlightenment. സോ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഡിഗ്നിറ്റി. ഒരു വ്യക്തിക്ക് ഇത് എന്ത് രാജ്യമാണ്, ഇന്ന് ഡിഗ്നിഫൈഡ് ആയിട്ട് ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ഐ ഹാവ് സർട്ടൻ റൈറ്റ്സ്, ഐ ഹാവ് സർട്ടൻ ഡ്യൂട്ടീസ് ആൻഡ് ഐ എൻജോയ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്നിഫൈഡ് ലൈഫ്, എനിക്കൊരു അഭിമാനപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്. ഡിഗ്നിഫൈഡ് ലൈഫ്, ഡിഗ്നിറ്റി ഉണ്ടാകണം. യൂണിറ്റി, ഇത് എൻ്റെ ബ്രദേഴ്സിൻ്റെയും കൂടെ സ്ഥലമാണ്. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം, ഐ ഹാവ് to have a bond between them എന്ന് പറഞ്ഞ് ഒരു യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് റാഷണാലിറ്റി ആൻഡ് മോറൽ എൻലൈറ്റൻമെന്റ്. റാഷണാലിറ്റി, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് we should have a mentality of choosing the right amongst the wrong things. നമ്മൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ ഒരു റാഷണൽ തിങ്കിങ് വേണം. ആൻഡ് മോറൽ എൻലൈറ്റൻമെന്റ്, മൊറാലിറ്റി വേണം. ഈ മൊറാലിറ്റി വെച്ചിട്ട് മാത്രമേ നമ്മളൊരു ആളെ സഹായിക്കാനോ നമ്മൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് ഡ്യൂട്ടി ബൗണ്ടഡ് അല്ല. ബട്ട് സ്റ്റിൽ our morality will be crying loud if we are doing such things. നമ്മൾക്ക് ഇതിനെതിരായി പോവുകയാണെങ്കിൽ ആ മൊറാലിറ്റി will speak for it. And the word awake signifies awareness, self-realization and liberation from ignorance and mental slavery. So independence is an awakeness, awakening towards awareness. ഇത് എൻ്റെ രാജ്യമാണ്, ഞാനാണത് സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള അവയർനെസ്സിലേക്ക്. സെൽഫ് റിയലൈസേഷൻ, ഐ ആം എ സിറ്റിസൺ ആൻഡ് ഐ ഹാവ് സർട്ടൻ ഡ്യൂട്ടീസ് ആൻഡ് ഐ ഹാവ് സർട്ടൻ things to do in the self-realization and liberation from ignorance and mental slavery. ഞാൻ ഇത് ചെയ്യാതിരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കാൻ പാടില്ല. As being a citizen, I should be a part in every action and a mental slavery, liberation from mental slavery. എനിക്ക് ഈ ഒരു അവരുടെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് ഞാൻ ഒരു മെന്റലി ഞാൻ ഡൗൺ ആയി, ഡിപ്രസ്ഡ് ആയി. സോ ഐ ഹാവ് ടു റൈസ് ഫ്രം ദിസ് എന്നൊരു ലിബറേഷൻ മെന്റാലിറ്റി, liberation from mental slavery should happen. Tagore believes awakening of mind is the first step towards true independence. Mentally strong ആയി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ് പൊളിറ്റിക്കലി കൂടെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നത് എന്നാണ് ടാഗോർ പറയുന്നത്. ക്ലിയർ? Let's move on to the literary devices used in this poem, where the mind is free with our chapter, where the mind is without fear എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലിറ്റററി ഡിവൈസസിലേക്ക് നമ്മൾ കടക്കുകയാണ്. So Tagore employs several literary devices to enhance the poem's depth.
The metaphors used here. Clear stream of reason. ഇവിടെ comparison ആണ്. Comparison of reason with clear stream. Clear streamനെയും റീസണിങ് കൂടെ ആസോ ലൈക്കോ ഇല്ലാതെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ആസോ ലൈക്കോ ഇല്ലാതെ സിമിലി ആവുമല്ലേ. ആസ് ഓർ ലൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് ആപ്പിൾ ഇസ് ലുക്കിംഗ് ലൈക്ക് എ റെഡ് ജ്വല്ലറി അല്ലെങ്കിൽ എ റെഡ് ജെം. ഈ ഒരു ആപ്പിളിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ജെമ്മിനെ പോലെയുണ്ട്. ഇറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക് റെഡ് ജെം എന്ന് പറയുന്നത് അതും കമ്പാരിസൺ ആണ്. ബട്ട് ആസോ ലൈക്കോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താണ് വിളിക്കുന്നത്? സിമിലി എന്ന് വിളിക്കും അല്ലേ. സിമിലി ആയിട്ടാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഹിയർ ആസോ ലൈക്കോ വന്നിട്ടില്ല. ഇറ്റ്സ് എ സിമ്പിൾ കമ്പാരിസൺ. സോ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ മെറ്റഫർ. സോ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ, dreary desert sand of dead habits. Dead habits and dreary desert sand has been compared. ഈ ഒരു ഡെഡ് ഹാബിറ്റ്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഡെയറി ഡെസേർട്ട് സാൻഡ് എന്തിനെയാണ്? ഇറ്റ്സ് an unclear manner of achieving something and clear manner of achieving a goal. So this is a clean അല്ലെങ്കിൽ a clear എന്താ പറയുക ഒരു example of metaphor. Why? It is dreary desert sand of dead habits. This is comparing. These both are the comparing factors. നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ only the favored ones shall move through it. ആ ഫേവേർഡ് ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ റിച്ച് ആൾക്കാർക്ക്, ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക്, അത്തരത്തിലുള്ള ആൾക്കാർ, ഫേവേർഡ് ആയിട്ടുള്ള സൊസൈറ്റി ഫേവർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു നാരോ റോഡിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിലൂടെ പോകാൻ സാധിക്കില്ല. അത് സിംപ്ലി കമ്പയർ ചെയ്യുന്നതാണ് നാരോ ഡൊമസ്റ്റിക് വാൾസ്. സോ ദിസ് ഇസ് എ example for the metaphor. Moving on to alliteration. What do you mean by alliteration? It is simply the repetition of a consonant sound in a same line. ഒരേ ലൈനിൽ the repetition of a consonant sound. Vowels and consonant sounds ഉണ്ടല്ലേ. എ ഇ ഐ ഒ യു are the vowels. അതല്ലാതെ ബാക്കി എല്ലാം വരുന്നത്, ബാക്കി റെസ്റ്റ് വരുന്ന എല്ലാ ലെറ്റേഴ്സും എന്താണ്? 21 letters and consonant sounds ആണ്. സോ ഈ consonant sounds വരുന്ന ഫസ്റ്റ് ഒരേ ലൈനിൽ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ they are called alliteration. So head is held high. So H. Head is held high. The next line is dreary desert sand of dead habits. Here the repetition of D, we can see that there's a repetition of D. Dreary desert sand of dead habit. Dreary desert dead. So D is the repetition. The next one is symbolism. What do you mean by symbolism? ഈ മെറ്റഫറും സിംബോളിസവും സെയിം അല്ലേ മിസ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കാം. മെറ്റഫർ ഇസ് എ കമ്പാരിസൺ. പക്ഷേ സിംബോളിസത്തിന് എന്താണ് വരുന്നത്? ഈ ഒരു ഒന്നായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ സ്ട്രീമിനെ അല്ലെങ്കിൽ ഡെഡ് ഹാബിറ്റിനെ എന്തായിട്ടാണ്? ഡെഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിനെ വേറെന്തോ ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഡെഡ് ഹാബിറ്റ് is equal to unclear manner. Dead habit is equal to unclear manner. പക്ഷെ സിമ്പിൾസ് എന്താണ്? ഹെവൻ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഐഡിയൽ നേഷൻ. ഹെവൻ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ടിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ സിംബോളിസത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ the particular thing has been it is like a simple. നമ്മളൊരു ലോഗോസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ? ആ ലോഗോസിന് എന്താണ് നമ്മൾ കാണുന്നത്? ഇപ്പോൾ BMW ലോഗോ, ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ പലതിൻ്റെയും ലോഗോസ് കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൂയി വിട്ടോന്റെ ലോഗോ, ഈ LV എന്ന് പറയുന്ന ഗൂച്ചിന്റെ ലോഗോ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇറ്റ് ഈസ് ഡിനോട്ടിങ് സംതിങ്. അത് ഗൂച്ചിന്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ലൂയി വിട്ടോന്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ there is some kind of objectifying of a particular thing. So heaven of freedom is objectifying the ideal nation. Depth of truth is symbolizing moral consciousness. അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്, മോറൽ കോൺഷ്യസ്നെസ്സിനെയാണ് ഒബ്ജക്ടിഫൈ ചെയ്യാൻ
നോക്കുന്നത്. മോറൽ കോൺഷ്യസ്നെസ്സിനെ നമ്മൾക്ക് എങ്ങനെയാണോ വരച്ചു കാണിക്കാൻ പറ്റുന്നത്, അതാണ് ഡെപ്ത് ഓഫ് ട്രൂത്ത് എന്ന വഴി. അത് പറയുമ്പോഴേ മനുഷ്യന്മാർക്ക് മനസ്സിലാവത്തുള്ളൂ. ആ ഒരു മനസ്സിലാക്കുന്നതിന്റെ ഡെപ്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ മൊറാലിറ്റിന്റെ ഡെപ്തിനെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ഒബ്ജക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. And the next one is imagery. There are a lot of imageries like auditory images, visual images, and so on. So visual imagery of streams, deserts, walls, and widening paths enriches meaning. ഇവിടെ visual imageries ആണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. Visual imageries like streams, deserts, walls, and widening paths enriches meaning of the whole poem. So my dear students, the second one is the form, structure and style of the poem. Let's see this. Free verse ആണ്. അതായത് നമുക്ക് അറിയാം ഇതിനെ ബ്ലോക്ക് ആയിട്ട് ഇപ്പോൾ 4 ലൈൻസ് ഇവിടെ, പിന്നെ 4 ലൈൻസ് ഇവിടെ, 4 ലൈൻസ് ഇവിടെ. സ്റ്റാൻസ വൈസ് അല്ല, ബട്ട് ഫോർ ആ കൺവീനിയൻസ് ഇറ്റ്സ് ഗിവൻ ആസ് 2 സ്റ്റാൻസാസ്. 2 പേജിലായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഇസ് ക്ലിയർലി ഫ്രീ വേഴ്സ്. അതായത് ഫ്രീ വേഴ്സ് എങ്ങനെയാണ് മക്കൾ എഴുതുന്നത്? ഒരു പോം എഴുതുകയാണെങ്കിൽ നമ്മളെല്ലാം നമ്മളുടെ ക്ലാസ്സസിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഒരു പോം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒറ്റ ഒരു സിംഗിൾ ഇതായിട്ട് എഴുതി പോകുന്നതിനെയാണ് നമ്മൾ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. സോ പോം ഇസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് വിത്ത് നോ റൈം സ്കീം ഓർ ഫിക്സഡ് മീറ്റർ. ഒരു ഫിക്സഡ് മീറ്റർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നോർമലി നമ്മൾക്ക് കാണുന്ന ഫിക്സഡ് മീറ്റർ 4 lines here, 4 lines here, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് 4 lines, അല്ലെങ്കിൽ 8 lines, 8 lines, 16, 16 അങ്ങനെ പറയുന്ന ഓരോ മീറ്റർ വെച്ചിട്ടായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ഉണ്ടാകും? there will be a rhyming scheme too. there will be a rhyming scheme for the poem writing. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഓരോ വേഴ്സസ് ആയിട്ട് എഴുതുന്നതിന് ഒരു റൈമിംഗ് സ്കീം ഉണ്ടാവും. എ ബി ബി, എ ബി സി, എ അങ്ങനെയൊക്കെ ഉണ്ടാകും. So it is not seen in this particular poem where the mind is without fear. And the second one is single sentence. It consists of 11 lines forming a single long sentence reflecting the continuous flow of the poet's thought. നമ്മൾ ഈ ഒരു ഫ്രീ വേർഡ്സിൽ നമ്മൾ പോം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാത്രമേ ഫുൾ സ്റ്റോപ്പ് വരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എവിടെയും ഒരു മുറിഞ്ഞു പോകുന്ന ഒരു സെൻറ്റൻസ് മുറിഞ്ഞു പോകുന്നതായിട്ടുള്ള ഇറ്റ്സ് എ സിംഗിൾ സെൻറ്റൻസ് പോമാണ് ദിസ് വൺ. നമുക്ക് നോക്കാലോ. ഇറ്റ് ഈസ് ഓൺലി യൂസിങ് ദീസ് semicolons. ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. there is no full stop here. So it is denoting a continuation ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. and only at the last here comes the full stop. So ഇത് ഇത്രയും വലിയൊരു പോം ഒരു ഒറ്റ സെന്റൻസ് ആണ്. So the language is simple yet elevated, philosophical yet accessible. It's a philosophical mode of writing. And what is the tone and mood? ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ടോണും മൂഡും എന്താണ്. സോ the tone of the poem is prayerful, earnest and visionary. ഒരു വിഷൻ ആണല്ലേ, ഒരു ഐഡിയൽ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ട്രൂ ഫ്രീഡത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉള്ളിലുണ്ട്. സോ ഇറ്റ് ഈസ് എ വിഷണറി പോം. ദ ടോൺ ഓഫ് ദ പോം ഇസ് വിഷണറി. ഇറ്റ്സ് എ പ്രേയർ. സോ ഇറ്റ്സ് എ പ്രേയർഫുൾ ടോൺ ആൻഡ് ഓണസ്റ്റ്. എനിക്കിത് വേണം, ഇല്ലെങ്കിൽ എനിക്കത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ ദ ടോൺ ഓഫ് ദ പോം ഇസ് ഓണസ്റ്റ്. And what is the mood? The mood is idealistic and inspirational. എനിക്ക് ഇങ്ങനെയാണ്, ദിസ് ഇസ് എൻ ഐഡിയൽ ഇന്ത്യ, ആ ഒരു ഇന്ത്യനാണ് എനിക്ക് വേണ്ടത് എന്നൊരു ഐഡിയലിസ്റ്റിക് മെന്റാലിറ്റി അല്ലെങ്കിൽ മൂഡിലാണ് ദിസ് പോം ഇസ് പ്രോഗ്രസിങ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻസ്പിറേഷണൽ ടു ഹൗ ഈ ഒരു ഐഡിയൽ ഇന്ത്യനെ നമ്മൾക്ക് മുമ്പിൽ വരച്ചു കാണിച്ചതിന് ശേഷം he is telling us or advising us to acquire that India. So it is also inspirational. ഒരാൾ ഒന്ന് ജയിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ it's an inspiration for the rest of the people. So it is inspirational too, encouraging readers to aspire towards morally and intellectually superior society. The independence should be gained in both political as well as in a mental way. So ഈ ഒരു രണ്ട് രീതിക്കും ഇങ്ങനെ ഇൻഡിപെൻഡൻസ് കിട്ടിയാൽ മാത്രമേ we shall acquire an intellectually superior society. So moving on to the relevance in the contemporary world, we'll just
ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് നോക്കി പോകാം. ദ ടൈംലെസ് റെലവൻസ്. ദ പോം സ്പീക്സ് ഓഫ് ടുഡേസ് സൊസൈറ്റി. ഇന്നത്തെ പോം അന്ന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് ഉള്ള സൊസൈറ്റിനെ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ കൺസേണിങ് ടുഡേസ് സൊസൈറ്റി. And the second one is intolerance. Challenges from rigid beliefs persist. ഇപ്പോഴും സൂപ്പർസ്റ്റിഷൻസ് പോലുള്ള കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മിസ്ഇൻഫർമേഷൻ, falsehood undermine and public trust. falsehood undermine public trust. പബ്ലിക് ട്രസ്റ്റിനെ കുറേ കൂടെ നമുക്ക് ബാക്ക്ലോഗ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ഫോൾസ്ഹുഡ്സ് അല്ലെങ്കിൽ ചതികളാണ്. ഇപ്പോഴും നമ്മളെ എങ്ങനെ ഒരാൾക്കാരെ വിശ്വസിക്കാൻ, സ്ട്രേഞ്ചേഴ്സിനെ പോലും വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് അല്ല, നമ്മളുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. ബ്ലൈൻഡ് ട്രഡീഷൻസ്, അൺക്വസ്റ്റ്യൻ കസ്റ്റംസ് ഹിൻഡർ പ്രോഗ്രസ്. അതാണ് വീണ്ടും ട്രഡീഷൻസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വി ഹാവ് ടു റാഷണലി തിങ്ക്, വി ഹാവ് ടു അപ്ലൈ അവർ ലോജിക്സ് ഇൻ ടു ഇറ്റ്. സോഷ്യൽ ഇൻഈക്വാലിറ്റി, അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈറ്റ്സ്. അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈറ്റ്സ്. നാരോ റോഡിലൂടെ, വാളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് സൊസൈറ്റിക്ക് ഫേവർ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. സപ്രസ്ഡ് തോട്ട്, ഫ്രീഡം ഓഫ് മൈൻഡ് ഫേസസ് ഒബ്സ്റ്റക്കിൾസ്. മെന്റൽ ഫ്രീഡം നമ്മൾക്ക് കിട്ടണം അലോങ് വിത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം. അവിടെയാണ് ടാഗോറിന്റെ ഈ പോം ഇന്നത്തെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോളായി മാറുന്നത്. ഈ രണ്ട് പോയിന്റ് കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം. കോൾ ഫോർ എ റീസൺ, തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് ക്വസ്റ്റ്യൻ ക്ലെയിംസ്. So we have to question everything. We don't want to believe whatever which is in front of us. നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അത് മൊത്തത്തിൽ വിശ്വസിക്കാനല്ല. Instead we have to critically question them. What the purpose behind them? We have to question them. Unity and courage. Stand together with moral strength. ഒരു moral strength, we have to have a unity within us. So the poem teaches us the freedom begins in mind. ഫ്രീഡം എന്ന് പറയുന്നത് മെന്റാലിറ്റിയിൽ കൂടെ വെക്കുമ്പോൾ മാത്രമേ വിൽ ബി അക്വയറിംഗ് കംപ്ലീറ്റ് ഫ്രീഡം. ദ റീസൺ മസ്റ്റ് ഗൈഡ് ഹ്യൂമൻ. നോളജ് എംപവേഴ്സ് സൊസൈറ്റി. നോളജ് ഇസ് ദ ഫസ്റ്റ് റീസൺ വേർ വി ഹാവ്, ഇറ്റ് ഇസ് ലൈക്ക് എ ലാഡർ. ഒരു ലാഡർ പോലെയാണ് നോളജ് എന്ന് പറയുന്നത്. ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിക്ക് പ്രോഗ്രസ് ആകാൻ സാധിക്കുള്ളൂ. റീസൺ മസ്റ്റ് ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ. ഒന്ന് ചിന്തിച്ച് അത് ലോജിക്കലി നമ്മൾ ചിന്തിച്ച് അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റൈറ്റിനെ മാത്രം അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് ഹ്യൂമൻ ആക്ഷൻസ് നമ്മൾക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. യൂണിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ നാഷണൽ സ്ട്രെങ്ത്. സോ യൂണിറ്റി is an inevitable portion. Continuous self-improvement is necessary. So self-improvement through by means of mental and physical approach. അതായത് യൂണിറ്റിയിലൂടെയും നോളജിലൂടെയും എല്ലാം അക്വയർ ചെയ്യുമ്പോഴാണ് വിൽ ബി ഇംപ്രൂവ്ഡ് വിത്തിൻ ourselves. Moral and intellectual awakening leads to true independence. So true independence കിട്ടാൻ വേണ്ടിയിട്ട് the morality is an inevitable part. So this is what we have for this chapter, where the mind is without fear by Rabindranath Tagore. We have completed a portion. So this is a very short poem, but we have discussed every line in detail. So with this, we'll be winding up our session with a colorful pop-up. Thank you, my dear students. Bye-bye.